നമ്മുടെ ജീവിതം മറ്റുള്ളവരെ നല്ലവരാക്കുന്നതാകണം, അല്ലാതെ മോശമായതിലേക്ക് തള്ളിവിടുന്നതാകരുത്. ചിന്തിച്ചാട്ടെ. പലരും മോശമായി ജീവിക്കുന്നതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒരിക്കലൊരു വലിയ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട മനുഷ്യനെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ച സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ത്യാഭിലാഷമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അയാളോട് ചോദിച്ചപ്പോൾ അവസാനമായി തൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് അയാൾ അറിയിച്ചു. ന്യായമായ ചോദ്യം. അങ്ങനെ അയാളുടെ അമ്മയെ വരുത്തി. അമ്മയോട് രഹസ്യം പറയുവാനെന്ന ഭാവത്തിൽ അയാൾ അമ്മയുടെ ചെവിയുടെ അടുത്തേക്ക് ചെന്ന് ആ ചെവി അങ്ങ് കടിച്ചു പറിച്ചു. ഈ ദുഷ്ടൻ അവസാന നിമിഷം പോലും ഇത്ര ക്രൂരനായി പോയല്ലോ എന്ന് പറഞ്ഞ് അയാളെ അടിച്ചവരോട് അയാൾ പറഞ്ഞു, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനമാകില്ല എന്ന്. മരിക്കാൻ പോകുന്നതിന് എന്ത് സമാധാനമില്ലേ? ചെറുപ്പത്തിൽ ഞാൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, കള്ളം പറയുമ്പോൾ, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ എന്നെ ശാസിച്ച് വിലക്കുന്നതിന് പകരം എൻ്റെ അമ്മയെ എന്നെ അതൊക്കെ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിച്ചു. അന്ന് എന്നെ വിലക്കിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ദുസ്ഥിതി വരുമായിരുന്നില്ലല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. എത്ര വാസ്തവമല്ലേ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ പൈതലായിത്തീർന്ന ഏതൊരു വ്യക്തിയുടെയും സദാ സമയത്തെയും ചിന്ത താനുമായി ബന്ധപ്പെടുന്നവർ ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ദൈവമക്കളാകണമെന്നായിരിക്കണം. ഇത് വിശുദ്ധ പൗലോസ് വളരെ കൃത്യമായി പറയുന്നു തൻ്റെ അനുഭവത്തിലൂടെ. അതിന് എത്ര വലിയ വില കൊടുക്കുവാനും താൻ തയ്യാറായിരുന്നു എന്നാണ് പൗലോസ് വിവരിക്കുന്നത്. അവൻ അതിനുവേണ്ടി സഹിച്ച ആ വിവിധ വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഒന്ന് പരിശോധിച്ചാലും. എന്നാൽ അതിനോട് ചേർത്ത് അവൻ പറയുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു എന്നവൻ പറയുന്നു. ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ഇന്നാരുടെ ജീവിതം മൂലം അയാൾ പറയുന്ന ദൈവത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഒരു ക്രിസ്തു വിശ്വാസിയെക്കുറിച്ച് അങ്ങനെ ആയിട്ടില്ലാത്തവർ പറയുന്നതാകുന്നു. അതാണ് ഈ ഇടർച്ച. ഒരുപക്ഷെ ഈ കുറ്റപ്പെടുത്തുന്നവർ ശരിയായിരിക്കില്ല, എന്നാലും അങ്ങനെ ഒരു ഇടർച്ച വരുത്താതിരിക്കുവാൻ എനിക്കെന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന് ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഒരു ഉപാധിയും ഈ കാര്യത്തിൽ വിലപ്പോവില്ല. ഭർത്താവ് ദൈവത്തെ അറിയാത്തതിന് ഭാര്യയോ, ഭാര്യ ദൈവത്തെ അറിയാത്തതിന് ഭർത്താവോ, മക്കൾ ദൈവത്തെ അറിയാത്തതിന് മാതാപിതാക്കളോ ഇടർച്ചയ്ക്ക് ഹേതുവാകരുത്. വളരെ വിലപ്പെട്ട ചില ചിന്തകളാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇന്ന് ആ ഭാഗം തന്നെയാണ് നാം പഠിക്കുന്നത്. എടുത്താട്ടെ 2 കൊരിന്ത്യർ 6-ന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 6-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നാം 2 കൊരിന്ത്യർ 5-ാം അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഇവിടെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്തൃ ശുശ്രൂഷയിൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക ആശ്വാസം എന്ന വിഷയമാണ്. ഞാൻ മുഖവരിയിൽ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൻ്റെ, ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ആശ്വാസത്തെക്കുറിച്ച്, ദൈവിക ആശ്വാസത്തെക്കുറിച്ചാകുന്നു കാണുന്നതെന്ന്. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ ആവശ്യമായിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ ചോദ്യം തന്നോട് തന്നെ ചോദിക്കും, ഈ വ്യവസ്ഥകൾ അനുസരിച്ച് ആർക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുമെന്ന്, ഈ ഉന്നത നിലവാരത്തിലെത്താൻ നമ്മെക്കൊണ്ടാവില്ല എന്ന്. എന്നാൽ ഒന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കാവലും ആശ്വാസവും നമുക്ക് ലഭിക്കും. അത് തീർച്ചയാണ്. 1-ാം വാക്യം നോക്കിക്കാട്ടെ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
സഹപ്രവർത്തിക്കാരായി എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പട്ടക്കാരും ആത്മായക്കാരും തമ്മിലുള്ള വിടവ് തുടച്ച് നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. വചനം പഠിപ്പിക്കുന്നതിനും ഇടയന്മാരായിരിക്കുന്നതിനും സുവിശേഷകന്മാരായി പ്രവർത്തിക്കുന്നതിനും ചിലർക്ക് വരം ലഭിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത് നിഷേധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഭയിലെ എല്ലാവർക്കും ഓരോ വരമെങ്കിലും ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. നാം എല്ലാവരും സഹപ്രവർത്തകരാകുന്നു. നിങ്ങളിൽ ചിലർ ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാകും, ചിലർ കൃഷിക്കാരായിരിക്കും, ചിലർ കച്ചവടക്കാരായിരിക്കും, സ്ത്രീകളിൽ ഭൂരിഭാഗവും വീട്ടമ്മമാരായിരിക്കും, ചിലർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ ദൈവവചന ഘോഷണത്തിനും പ്രചരണത്തിനും നമുക്ക് തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് ഓർമ്മിക്കണം. അതെ, നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ നാം ആയിരിക്കുന്ന ദൈവ പൈതൽ എന്ന പദവി വാസ്തവത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. ആരോ ഒരു മഹാൻ പറഞ്ഞു, ഒരു ആടിന് മാത്രമേ ഒരു ആടിനെ പ്രസവിക്കുവാൻ സാധിക്കൂ, ഒരു ഇടയന് ഒരിക്കലും ഒരു ആടിനെ ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന്. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നത് സുവിശേഷകരുടെയും അച്ഛന്മാരുടെയും ജോലിയായിട്ടാണ് അനേകരും കരുതുന്നത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് അവരുടെ ഉത്തരവാദിത്തം, അവരുടെ പണിയാണ്. ഞങ്ങളുടെ പണി ഇതൊക്കെ. എന്നാൽ ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും, താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ അത് താങ്കളുടെയും ഉത്തരവാദിത്തമാകുന്നു. ഇടയന് ആടുകളുടെ പരിപാലനത്തിൽ മാത്രമേ ശ്രദ്ധിക്കുവാൻ കഴിയൂ. ആടുകൾ ജനിക്കണമെങ്കിൽ, അതെ, ആത്മാക്കൾ ആദായപ്പെടണമെങ്കിൽ ആടുകൾ, അതായത് സാധാരണ ജനങ്ങൾ, സാധാരണ ദൈവമക്കൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നാം ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ലാത്ത ഒരു വലിയ സത്യമാണ്. ഇന്ന് സഭകൾ മങ്ങി മയങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ആടുകൾക്ക് വേണ്ടത്ര സാക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. നാം പലപ്പോഴും സാക്ഷിക്കുവാൻ മടിക്കുന്നതിൻ്റെ കാരണം നമുക്ക് സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്തത് കൊണ്ടാണല്ലേ? ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്തത് കൊണ്ട്, ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ട്. അത് നമ്മുടെ തന്നെ പ്രശ്നമാണ്. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പലതും താങ്കൾക്ക് ചെയ്യാം. താങ്കളെ വിശ്വസിക്കുന്ന കുറേ ആളുകൾ താങ്കൾക്ക് ചുറ്റിലുമുണ്ടല്ലേ? അവർ ഒരു പ്രസംഗകനെ ശ്രദ്ധിച്ചെന്ന് വരില്ല, താങ്കൾ പറഞ്ഞാൽ ശ്രദ്ധിക്കും. സംസാരിക്കാൻ തടസ്സമുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ ടേപ്പ് ചെയ്ത് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിൽ താല്പര്യപ്പെടുന്ന വ്യക്തിയാകുന്നു. വീടുകൾ സന്ദർശിച്ച് ഈ ശുശ്രൂഷ അദ്ദേഹം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ഈ വേലയിൽ ആകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. താങ്കൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്നും പൗലോസ് പറയുന്നു. ദൈവത്തിൽ നിന്നും നന്മയും കരുണയും അനുഗ്രഹവും പ്രാപിച്ചതിന് ശേഷം വെറും ലൗകികന്മാരായി ജീവിക്കുന്നതാണ് കൃപ ലഭിച്ച് വ്യർത്ഥമായി തീരുന്നത്. എത്രയോ ആളുകൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നു, ദൈവകൃപ വ്യർത്ഥമാക്കുന്നു. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. കർത്താവിനെ ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, ഇനി ഒരവസരത്തിലാകാം എന്ന് അനേകരും ചിന്തിക്കുന്നു. രക്ഷയ്ക്കുള്ള അവസരം മാറ്റിവെക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എവിടെയാകുന്നു? നിങ്ങൾ ആരാകുന്നു എന്നെനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ വാച്ചിലേക്കൊന്ന് നോക്കൂ. ഇത് തന്നെ നിങ്ങളുടെ സമയം. മാറ്റിവെക്കരുത്. നാളെപ്പറ്റി ഒരു വാഗ്ദാനവുമില്ല. ഇന്ന്, ഇപ്പോൾ എന്ന് ദൈവം പറയുന്നു. ഇന്ന്, ഇപ്പോൾ തന്നെ രക്ഷാദിവസം. താങ്കൾ ആ വലിയ രക്ഷ സ്വന്തമാക്കുമോ? അനുഗ്രഹം പ്രാപിക്കുമോ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. 3-ാം വാക്യത്തിൽ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ഇടർച്ചയ്ക്ക് ഹേതു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല. ചിലരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ഒരു ശുശ്രൂഷകനും സഭയിൽ ശുശ്രൂഷിക്കാനാവില്ല. ചിലർക്ക് ആരെന്ത് പറഞ്ഞാലും മുറിവുണ്ടാകും. അവരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. ചിലർക്ക് നാം കൈ കൊടുക്കാൻ ചെന്നാൽ അവർ പറയും, കണ്ടോ, കൈ പിടിച്ച് കുലുക്കി കൈമുട്ടിന് വേദനയായെന്ന്.
ഇനിയും കൈ കൊടുത്തില്ലെങ്കിൽ അവരെ അവഗണിച്ചു എന്ന് പറയും. രണ്ടും വയ്യാത്ത സ്ഥിതിയില്ലേ? ഒരു സുഹൃത്തിനെ കണ്ട് വഴിമധ്യേ കുശലം പറയുവാൻ അല്പസമയം നിന്നാൽ അവരെ തടസ്സപ്പെടുത്തുന്നു എന്ന് പരാതി. അഥവാ അത് ചെയ്തില്ലെങ്കിൽ അവരെ നിസാരന്മാരായി ഗണിച്ചു എന്ന് പറയും. അവൻ്റെ ഒരു ഗമ കണ്ടോ, കണ്ടാൽ മിണ്ടത്തില്ല എന്ന്. അല്ലെങ്കിൽ അവൻ്റെ ഒരു ഗമ കണ്ടോ, 1 മിനിറ്റെന്ന് ഏതോ പറഞ്ഞേച്ചു പോയി. അല്പസമയം തരാൻ പോലും ഇപ്പോൾ അവന് സാധിക്കുന്നില്ല. ഒരു എഴുത്തയച്ചാൽ പണത്തിന് വേണ്ടിയാകുന്നു എഴുതുന്നതെന്ന് പറയും. സന്ദർശിച്ചാൽ അവരുടെ വേല മുടക്കാൻ വന്നു എന്ന് ഭാവിക്കും. ചുരുക്കത്തിലൊന്നും വയ്യാത്ത സാഹചര്യമില്ലേ? ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവരെ നമുക്ക് അംഗീകരിച്ചു കൊണ്ടുപോകുവാൻ വലിയ ബുദ്ധിമുട്ടാകും. പിന്നെ ഇടർച്ച എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? താങ്കളുടെ ജീവിതം കണ്ടിട്ട് താങ്കൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെ എനിക്ക് വിശ്വാസമില്ല എന്ന് ആരും പറയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ അതാകുന്നു ഇടർച്ച. ശുശ്രൂഷയുടെ സ്വഭാവത്തെ കാണിക്കുന്ന കാര്യങ്ങൾ ഇനിയും പൗലോസ് രേഖപ്പെടുത്തുന്നു. അവ വളരെ രസകരമാണ്. 4-5 വാക്യങ്ങളിൽ ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, ഒരു വലിയ ലിസ്റ്റ് ഇവിടെ പറയുകയാണ്. ബഹുസഹിഷ്ണുത, പൗലോസിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് അതത്ര, ബഹുസഹിഷ്ണുത. ആദ്യത്തേതിൽ തന്നെ ഞാൻ പലപ്പോഴും തൂത്തെറിയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ ഒരു സമ്മതം മാത്രമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കുറവുള്ളതായി കണ്ടിട്ടുള്ള ഒരു സംഗതി ഈ സഹിഷ്ണുതയാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നല്ല. എന്നാൽ ദൈവം ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേക പരിശീലനം തന്നെ തന്നു. ഞാൻ ജയിക്കുവാനുള്ള മാർക്ക് ഇപ്പോൾ വാങ്ങാറുണ്ട് എന്ന് എൻ്റെ ഭാര്യയും സഹപ്രവർത്തകരും ഒക്കെ പറയാറുണ്ട്. ഏതായാലും പൗലോസിൻ്റെ ഈ ലിസ്റ്റിൽ ആദ്യം കാണുന്നത് അതുതന്നെയാണ്, ബഹുസഹിഷ്ണുത, ക്ഷമ. ഇനി അടുത്തതായി പറയുന്നത് കഷ്ടം. ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവരിൽ ഒരു വലിയ പങ്കും സഹിക്കേണ്ട ഒന്നത്ര ഇത്. അങ്ങനെ ഒന്ന് വന്നാൽ ഓടി മറയുവാനുള്ള ശ്രമമാണ് അനേകർക്കുമുള്ളത്. അടുത്തത് ബുദ്ധിമുട്ട്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകും. ഇന്ന് അനേകരും ഈ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ തലമുറയിൽ ശുശ്രൂഷകന്മാർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നോർക്കണം. ഒരു സ്ഥലത്ത് ചെന്നാൽ കയറിക്കിടക്കുവാൻ ഒരിടം പോലും ഇല്ലാത്ത അവസ്ഥ. ഭക്ഷണം എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കൂടുതലും ഒരു തൊഴിലാകുന്നുവല്ലോ പലർക്കും. ഇത് എല്ലാവർക്കുമല്ല. ഒരിടത്ത് ബുദ്ധിമുട്ട് തോന്നിയാൽ മറ്റൊരിടത്തേക്ക് മാറുവാനും ധാരാളം അവസരം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്ര ഞെരുങ്ങിയാണ് ഒരു അച്ഛൻ പണ്ടൊക്കെ ശുശ്രൂഷിച്ചിരുന്നത്. ഇന്നത്തെ സമൃദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല, എന്നാൽ സമൃദ്ധിക്കായി മാത്രം ശുശ്രൂഷിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കഷ്ടം, വളരെയേറെ കഷ്ടം സഹിച്ച, ബുദ്ധിമുട്ട് സഹിച്ച അവസ്ഥ. ഇവിടെ പറയുന്ന കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, ഇവ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന അനേകം ശുശ്രൂഷകർ ഇന്നുമുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാത്ത വിശുദ്ധന്മാർ, തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറുള്ളവർ. പണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടായിരുന്നു. താളും തകരയും തിന്ന് ജീവിച്ച സമയത്തെക്കുറിച്ച് പ്രായമുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് സമൃദ്ധിയല്ലേ. പൗലോസ് പറയുന്നു, കഷ്ടം, സങ്കടം, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നിരാശപ്പെട്ടു പോകാറുണ്ടോ? ഈ ഭാഗം എടുത്തേ. ഈ ഭാഗത്ത് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകപ്രകാരം എല്ലാ സമൃദ്ധിയും ഉണ്ടാകാം. എന്നാൽ ശുശ്രൂഷയിൽ ഇറങ്ങി എന്ന കാരണത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ സ്ഥിതി വിശേഷം
തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. പൗലോസ് അനുഭവിച്ചിട്ടുള്ളതുപോലെ തല്ല് കിട്ടിയിട്ടുള്ളവർ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ തല്ല് എന്ന് പറയുന്നു. അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കോലുകൊണ്ട് 40 അടി ലഭിക്കുന്നതിനെയാണ് ഇവിടെ തല്ല് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്ന് കൂടുതലും തളർത്തുന്ന വിമർശനങ്ങളാണ് ലഭിക്കാറുള്ളതില്ലേ? പൗലോസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അനുഭവിച്ച പീഡനങ്ങൾ ഭയാനകമായിരുന്നു. ഇനിയും ശുശ്രൂഷയുടെ വേറെ ചില വശങ്ങൾ പൗലോസ് പറയുന്നു. 6-7 വാക്യങ്ങൾ: നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. നിർമ്മലത. ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതത്തിൽ നിർമ്മലനായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകും. ഇന്ന് ശുശ്രൂഷയെ തട്ടിത്തകർക്കുന്നത് നിർമ്മലതയുടെ കുറവാണ്. നിർമ്മലത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ പറയുന്നത് പരിജ്ഞാനം. ഇവിടെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. വചനത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ വളരെയേറെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. താൻ ആയിരിക്കുന്ന കാലത്തിൻ്റെ പ്രാധാന്യത, സംഭവങ്ങൾ, അങ്ങനെയെല്ലാം അറിയണം. വർത്തമാനപത്രം വായിക്കാത്ത ശുശ്രൂഷകരുണ്ടെന്ന് പറഞ്ഞാൽ അതിശയം തോന്നുമില്ലേ? എന്താണ് ലോകത്തിൽ നടക്കുന്നതെന്ന് അവർക്ക് യാതൊരു വിവരവുമില്ല. അവർക്കതിനുള്ള ഉപാധിയുണ്ട്. നമ്മുടെ പൗരത്വമോ ഈ ലോകത്തിലല്ലല്ലോ എന്ന്. ദീർഘക്ഷമയെക്കുറിച്ച് പിന്നീട് പറയുന്നു. ഇവിടെ അത് വീണ്ടും കാണുന്നു. ദീർഘക്ഷമ സഹിഷ്ണുതയുടെ വേറൊരു രൂപമാണ്. പിന്നെ ദയയെക്കുറിച്ച് പറയുന്നു. തങ്ങളിൽ ആർദ്രതയും ദയയോടുകൂടിയ താല്പര്യവുമുള്ള ഒരു ശുശ്രൂഷകനെ ലഭിക്കുവാൻ ആളുകൾക്ക് എത്ര താല്പര്യം കാണും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നടത്തിപ്പുമില്ലാതെ ശുശ്രൂഷിക്കുന്ന ഏതൊരു ശുശ്രൂഷകനോടും ദൈവം ദീർഘക്ഷമ കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കൂ. മറ്റേതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് അതൊന്നു മാത്രമാണ്. വളരെയേറെ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്കിന്ന് അവസരം തരുന്നുണ്ട്. പ്രഗത്ഭരായ പല ദൈവദാസന്മാരും ശുശ്രൂഷിച്ചിടത്ത് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ഒന്നുമല്ലാത്തതായി തോന്നും. അപ്പോഴൊക്കെ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിയന്ത്രിക്കണമേ എന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ അതേ ആത്മാവാണ് പ്രഗത്ഭരായി പണ്ട് അവിടെ ശുശ്രൂഷിച്ചവരെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വ്യക്തിത്വത്തെക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണമാകുന്നു അവിടെ ഉണ്ടാകുന്നത്. ഈ നിറവില്ലാത്ത അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ദൈവനാമ മഹത്വത്തിനാകുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ശുശ്രൂഷിക്കുക. പിന്നീട് പറയുന്നത് നിർവ്യാജ സ്നേഹം. ഈ സ്നേഹം ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നത്രേ. ആത്മാർത്ഥമായ സ്നേഹം. ചക്രവാക്കുകൾ പറയുന്ന ഭക്തി നിർഭരമായി അഭിനയിക്കുന്നവരെ അല്ല നമുക്കിന്ന് ആവശ്യം. നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വീരവാദം മുഴക്കുകയും അതേസമയം പുറകിൽ കൂടി കത്തികടത്തുകയും ചെയ്യുന്ന വ്യാജന്മാരെ അല്ല നമുക്കിന്ന് ആവശ്യം. സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യം. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളിൽ ആക്കുന്ന സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യം. അതില്ലാത്തതെല്ലാം വ്യാജമാണ്, കപടഭക്തിയാണ്. പിന്നെ സത്യവചനത്തെക്കുറിച്ച് പറയും. സത്യവചനം എന്നതിനാൽ ശുശ്രൂഷകൻ തൻ്റെ വചനം അറിയണം എന്നാണ് അർത്ഥം. അവൻ ദൈവശക്തിയാൽ വേണം പ്രസംഗിക്കേണ്ടത്. ആയത് സാധ്യമാകുന്നത് ഒരു പ്രസംഗകൻ തനിയെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ മാത്രമാണ്. പ്രസംഗപീഠത്തിൽ കയറുന്നതിന് മുൻപ് എത്രയധികം സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാമോ അത്രയധികം ചെലവഴിക്കണം. ഇതിനോടെല്ലാം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു ജീവിതമാകുന്നു. ഒരു ദൈവ മനുഷ്യനെ വെളിവാക്കുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി പൗലോസ് തുടർന്ന് പറയുന്നു. അതെ, നാം വായിക്കുമ്പോൾ 8, 9, 10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവർ എന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതർ എങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രർ എങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവർ ആയി തന്നെ. എത്ര മനോഹരമായിരിക്കുന്നു. ഈ പട്ടിക മുഴുവൻ ഒന്ന് കാണാൻ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മയൊക്കെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. താങ്കൾ ഏത് സ്ഥാനത്തായിരുന്നാലും, താങ്കൾ എപ്രകാരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാകുന്നു എങ്കിൽ തന്നെ, താങ്കൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളൊരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾ ഒരു
കർത്താവിൻ്റെ ശുശ്രൂഷയിലെ വ്യക്തിയാകുന്നു. ശുശ്രൂഷയെ ചിലർ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കുകയില്ല. ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് അപഖ്യാതി പരത്തുമ്പോഴും ഞങ്ങൾ കർത്തൃസേവയിൽ ഉറ്റിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതെ, ആളുകൾ ഞങ്ങളെ വിമർശിക്കുമ്പോൾ, ആളുകൾ ഞങ്ങളെ മുഖസ്തുതി പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ രണ്ടും ഒരുപോലെ നമ്മെ ദോഷത്തിലേക്ക് നയിക്കുന്നതാകുന്നു, മറന്നുപോകരുത്. ചതിയന്മാർ എന്ന് ഞങ്ങളെ വിളിക്കുന്നു എങ്കിലും സത്യവചനം ഘോഷിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ലോകത്തിന് ഞങ്ങളെ വലിയ പരിചയമില്ലെങ്കിലും ദൈവം ഞങ്ങളെ നന്നായി അറിയുന്നു. ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ച് 3 സെറ്റ് കാര്യങ്ങൾ മുൻവാക്യങ്ങളിൽ പൗലോസ് തന്നിരിക്കുന്നു. ഒന്നാമത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, മൂന്നാമത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാം ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ഭൗതികം, മാനസികം, ആത്മീയം. 12ഉം 13ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ വ്യക്തിപരമായ അപേക്ഷ നാം കാണുന്നു. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്ര ഇടുക്കമുള്ളത്, ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പിൻ എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയുന്നു. കൊരിന്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ വെറും ശിശുക്കളായിരുന്നു. അതെ, അവർ വളരെ ബാലിശമായിട്ടാണ് പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്നത്. പൗലോസ് അവരെ എത്ര ആർദ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കാട്ടെ. ആത്മീയ പക്വത വന്നിട്ടില്ലാതിരുന്ന കൊരിന്തിലെ ക്രിസ്തു വിശ്വാസികളെ വിശുദ്ധ പൗലോസ് എത്ര ആർദ്രതയോടെ നോക്കി പരിപാലിച്ചു എന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരെ നാം പരിപാലിക്കുന്ന വിധം എങ്ങനെയുണ്ട് എന്ന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമോ? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം പഠിക്കുന്ന എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. കാരണം ദൈവത്തിൻ്റെ ആലോചന നമ്മെ അനുഗ്രഹിക്കുവാനുള്ളതാണ്. ഇന്ന് ഈ പഠനത്തിലൂടെ നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങൾ തീർച്ചയായും ഞങ്ങളെയും അറിയിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നാം കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.